ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി കുത്തിപ്പൊളിച്ച റോഡുകൾ മൂലം ദുരിതത്തിലായിരിക്കുകയാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ വെള്ളറമ്പ് നിവാസികൾ. ഇടുങ്ങിയ റോഡരികിലെ കുഴികളിൽ വാഹനങ്ങൾ വീണ് പലർക്കും പരിക്കേറ്റതായി പരാതി. ഒപ്പ് ശേഖരണം നടത്തി പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെട്ട വെള്ളറമ്പ് മേഖലയിൽ താമസിക്കുന്നവരാണ് ജൽജീവൻ മിഷന് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡ് മൂലം ദുരിതത്തിലായിരിക്കുന്നത്. കഴിഞ്ഞ 9 മാസത്തോളമായി വലിയ ദുരിതം സഹിക്കുകയാണ് പ്രദേശവാസികൾ. ഒരു ഓട്ടോറിക്ഷയ്ക്ക് മാത്രം കടന്നു പോകാവുന്ന വീതിയുള്ള റോഡിൻ്റെ അരികുകൾ വെട്ടിപ്പൊളിച്ചതോടെ മഴക്കാലത്ത് മണ്ണ് ഒഴുകിപ്പോയി ചാലായി മാറിയ അവസ്ഥയിലാണ്. ഈ ചാലിൽ വീണ് പലതവണ ഇരുചക്ര വാഹനയാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നമ്മളെ റോഡിന്റെ അവസ്ഥയൊക്കെ കണ്ട് മനസ്സിലാക്കിയില്ലേ. ഒരു കുട്ടികൾക്ക് പോകാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിലൊന്ന് പോകാനോ വരാനോ ഒന്നും വയ്യ. പഞ്ചായത്തിനായിട്ട് ഞങ്ങൾ കുറെ ബന്ധപ്പെട്ട് ഞങ്ങൾ കുറെ അപേക്ഷയും കൊടുത്തു. ഇനിയിപ്പോ ഇവിടുന്ന് കൂട്ടത്തോട് കൂടിയിട്ട് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റായിട്ടല്ല. അതെന്താ വെച്ചാൽ ഒരു മനുഷ്യർ പോകാനോ വരാനോ വയ്യ. ആകെ ഒരു വണ്ടിക്ക് പോകാനുള്ള രീതിയാണ്. ആകെ പൊളിച്ചിട്ട് ആകെ നാശാക്കിയിട്ടായി. എന്തെങ്കിലും ഗഡുഗഡുമായിട്ട് ചെയ്യേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ഒരു ഓട്ടോറിക്ഷ പോലും വരാതെയായിരുന്നു. വാഹനങ്ങൾ ചാലിൽ കുടുങ്ങുന്നതും പതിവായതിനാൽ രോഗികളായവരെ പോലും കൊണ്ടുപോകാൻ വാഹനങ്ങൾ ഇവിടേക്ക് എത്താത്ത അവസ്ഥയിലായി. വെള്ളറമ്പിന് പുറമെ കൗപ്പറ, കണാരക്കുന്ന് മേഖലയിലും റോഡ് തകർന്നിട്ടുണ്ട്. പലതവണ തങ്ങളുടെ ദുരിതം വാട്ടർ അതോറിറ്റിയുടെയും പഞ്ചായത്ത് അധികൃതരുടെയും മുന്നിൽ അവതരിപ്പിച്ചിട്ടും ചെവിക്കൊള്ളാത്ത സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ഒപ്പുകൾ ശേഖരിച്ച് വട്ടംകുളം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. വട്ടംകുളം പഞ്ചായത്ത് വാർഡ് 16 വെള്ളറമ്പ് പ്രദേശത്ത് ഏകദേശം 9 മാസത്തിലധികം കാലമായി ഈ ദുരിതം ജനങ്ങൾ അനുഭവിക്കുകയാണ്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഇവിടുത്തെ പ്രാദേശിക റോഡുകൾ മുഴുവൻ പൊളിച്ചിടുകയും 9 മാസക്കാലമായി ഈ കഴിഞ്ഞ വർഷക്കാലം മുഴുവൻ ഇതിൻ്റെ ദുരിതം ഈ സാധാരണ മനുഷ്യരെ അനുഭവിക്കുകയാണ്. വട്ടംകുളം പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ് വെള്ളറമ്പ്. വാർഡ് 16-നകത്ത് ഇത്തരത്തിൽ ഉയർന്ന കുന്നിൻ പ്രദേശങ്ങൾ നിറഞ്ഞ ഈ സ്ഥലത്ത് ഒരു സാധാരണ മനുഷ്യന് ഒന്ന് ആശുപത്രിയിൽ പോകാൻ, പെട്ടെന്ന് ഒരു വാഹനം വന്ന് ആശുപത്രിയിൽ പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ സംജാതമായിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ അടിയന്തരമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഒപ്പുശേഖരണത്തിന് LC അംഗം VP അനീഷ്, MM ഉണ്ണികൃഷ്ണൻ, DYFI ചുങ്കം മേഖലാ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു വെള്ളറമ്പ്, DYFI യൂണിറ്റ് പ്രസിഡന്റ് KV വൈശാഖ്, ശരത്ത്, അഭി, അജയ്, ശശി, ദേവദാസ്, ഷിജിൽ, ശ്രീദാസ്, ചന്ദ്രൻ മഠത്തിൽ വളപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. NCV ന്യൂസ് എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.